വിഷ്ണുവേട്ടൻ വന്നില്ലേ? വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയില്ലേ? അടയ്ക്കാണെങ്കിൽ മടി വയ്ക്കാം, പക്ഷെ അടയ്ക്കാമരാണെങ്കിൽ കാര്യങ്ങൾ മാറും. അത് നീ മനസ്സിലാക്കാത്ത കുഴപ്പത്തിലെല്ലാം കാരണം. രാഘവേട്ടൻ, ഞാൻ അവന്റെ അമ്മയാ. അവന്റെ കാര്യത്തിൽ അല്പം സ്നേഹ കൂടുതൽ കാണിക്കും. അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് അവനെന്താ മനസ്സിലാക്കാത്തത്? സത്യമ്മയുടെ ഇഷ്ടം പറയുന്നു, വിഷ്ണുബ്രോയുടെ ഇഷ്ടം പറയുന്നു. സ്നേഹത്തിന്റെ തുലാസിലത് നോക്കുമ്പോ മുൻതൂക്കം വിഷ്ണുബ്രോയ്ക്ക് തന്നെയാ സത്യമ്മേ. ശാലിനിയൊത്തുള്ള ഒന്നിച്ചുള്ള ജീവിതം, അത് മാത്രമാ വിഷ്ണുബ്രോ ആവശ്യപ്പെടുന്നത്. എന്റെ കുഞ്ഞേച്ചിയുടെ പേര് കേൾക്കുന്നത് പോലും സത്യമ്മയ്ക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പ് വിഷ്ണുവേട്ടൻ കാണിക്കുന്നത് സത്യമ്മയോടാ. ഇനി ആ വെറുപ്പ് മാറണമെങ്കിൽ സത്യമ്മയ്ക്ക് എന്റെ കുഞ്ഞേച്ചിയോടുള്ള വെറുപ്പ് മാറും. ശ്യാമേ, മതി. ഭാമേ, അച്ഛാ, നിന്റെ വാശിയും പറയുന്നതും ജയിക്കണമെന്നുള്ള അഹങ്കാരവും പിന്നെ ഒരിക്കലും മാറാത്ത ഈ ധാർഷ്ട്യവും എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ വീട് രക്ഷപ്പെടും. ഈ വീട്ടിലുള്ളവരും രക്ഷപ്പെടും. ഇനി നീ സ്വയം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ഒരുങ്ങിയില്ലെങ്കിലേ ഇപ്പൊ മുഖം തിരിച്ചവൻ നാളെ നിനക്ക് നേരെ നിന്ന് കല്ലെറിയാനും മടിക്കില്ല. കാരണം സ്വയം നന്നാവാനുള്ള നിന്റെ സമയം കഴിഞ്ഞു ഭാമേ. മറ്റൊന്നോട് നീ മനസ്സിലാക്കിക്കോ, വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിലേ അത് ശാലിനെ കൊണ്ട് മാത്രമേ കഴിയൂ. നീ പലപ്പോഴും പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ആ കളക്ടർ പദവി കൊണ്ട് മാത്രമേ സാധിക്കൂ. ചന്ദ്രബോസിനെ പോലുള്ള മുട്ടാളന്മാരെ എതിരിടാനേ ചന്ദ്രബോസിനെ പോലുള്ള തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശാലിനെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ടേ മനസ്സിലെ എല്ലാ ഗർവവും അവസാനിപ്പിച്ച് മകന്റെ രക്ഷയെ കരുതി ശാലിനിയെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, വെറുക്കാതെങ്കിലും ഒന്നിരുന്നൂടെ? ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന അല്ല, നമ്മുടെ മോൻ വിഷ്ണുവിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാ. നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ വേണ്ട. വിഷ്ണുച്ചൻ വരില്ലല്ലേ? അച്ഛൻ പറഞ്ഞ സത്യ. വിഷ്ണുച്ചനെ കൊണ്ടുവരാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പൊ സത്യ എന്ന് വിളിക്കാം. വിഷ്ണുച്ചനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ കടമയല്ലേ? നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്റെ മോനെ വേണം. ആമേ, അതിനെ ശാലിനി തന്നെ വിചാരിക്കണം. അവളുമായിട്ടേ നീ രമ്യതിലാവണം, എന്നാലും നിന്റെ മോൻ രക്ഷപ്പെടൂ.
നന്നാവില്ല. എത്ര പറഞ്ഞാലും നന്നാവില്ല. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എനിക്കൊരു ജീവിതം വേണമെങ്കിൽ എന്നോടൊപ്പം എന്റെ ശാലിനി വേണം. ശാലിനി അമ്മ എന്ന് അംഗീകരിക്കുന്നോ അന്ന് എന്റെ മുന്നിൽ അമ്മ വരാവൂ. ഇല്ലെങ്കിൽ എന്റെ പ്രതികരണം ഇതിലും മോശമായിരിക്കും. നിന്റെ വാശിയും പറയുന്നതും ജയിക്കണമെന്നുള്ള അഹങ്കാരവും പിന്നെ ഒരിക്കലും മാറാത്ത ഈ ധാർഷ്ട്യവും എന്ന് അവസാനിക്കുന്നോ അന്നേ ഈ വീട് രക്ഷപ്പെടൂ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്ത എന്റെ മകൻ പോലെ എന്നെ ഒറ്റപ്പെടുത്തി. അവൻ എന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്ന് അവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അവനെ വെറുക്കാൻ പറ്റില്ലല്ലോ. അവൻ എന്റെ കൈ കൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അത് ഞാൻ തന്നെ കൊടുക്കണം എനിക്ക്. എത്ര നാളായി എന്റെ കൈകൊണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട്. പലരും കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അവൻ പറയാറുണ്ട്. പക്ഷേ അവൻ ആദ്യമായി ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് അറിയിച്ചു കൊടുത്തത് ഞാനല്ലേ. ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചാലേ അവൻ വലുതായത്. അതുകൊണ്ട് ഞാൻ എന്റെ മോന് എന്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അവൻ കഴിക്കുമെന്ന് അറിയണല്ലോ. എന്താ ഈ കാര്യങ്ങള്? ചന്ദ്രബോസ് അയാളുടെ ഗുണ്ടായസം കാണിക്കാനുള്ള ഒരുക്കത്തിലാ. അയാളെ ഏത് രീതിയിൽ ഒതുക്കിയിട്ടായാലും വിഷ്ണുവേട്ടന് ജാമ്യം വാങ്ങിക്കണം. അപ്പോ ജാമ്യം കിട്ടിയില്ലേ? ഇല്ലമ്മേ, അയാള് തരില്ല. എഴുതി വച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം ആ രീതിയിലാ. പകയ അയാൾക്ക് എന്നോടും വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും അതയാൾ നന്നായിട്ട് കാണിക്കുകയും ചെയ്യും. അയാൾ ACP അല്ലേ മോളെ? കളക്ടർ പറയുന്ന കേട്ട് നിയമം നടപ്പാക്കേണ്ട ആള്. പക്ഷെ അയാളുടെ അധികാര പരിധിയിലൊന്നും നമുക്ക് ഇടപെടാനാവില്ല. അവിടെ അയാൾ നിയമത്തിന്റെ പിൻബലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. വീണ് കിട്ടിയ ഒരു അവസരം അതയാൾ പാഴാക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഒരു വഴി അടയുമ്പോ 100 വഴികൾ തുറന്നു കിട്ടുമേ. നമ്മൾ നോടി നടക്കണമെന്നേ ഉള്ളൂ. മോളെ, ഈ തലയിലെ മുറിവ് കാര്യമാക്കാതെ നിന്റെ ഈ ഓട്ടം. നീ അത് മറക്കണ്ട. നീ ആരോഗ്യത്തോടെ ഇരുന്നാലേ വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സത്യാമ്മയുടെ കാര്യം നിനക്കറിയാലോ. വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നല്ലാതെ കാര്യഗൗരവത്തോടെ ഒരു കാര്യം ചെയ്യാനാവില്ല. ആരെങ്കിലും വെറുപ്പിക്കാനാണെങ്കിൽ വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്യും. അല്ല മോളെ, വിഷ്ണു എന്തു പറയുന്നു? പാവം, ചന്ദ്രബോസിന്റെ പരിഹാസങ്ങളൊക്കെ കേട്ട് കടിച്ചു പിടിച്ച് നിൽക്കുക. വയ്യമ്മ, മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ അത്രയ്ക്ക് തകർന്ന അവസ്ഥയല്ല വിഷ്ണുവേട്ടൻ. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴേ നമ്മുടെ ആത്മനിയന്ത്രണം വിടും. പിന്നെ ഇങ്ങനൊരു കൊലക്കുറ്റമൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോ ആരായാലും തകർന്നു പോവില്ല മോളെ. സ്റ്റേഷനിലെ സഹകരണമൊക്കെ ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലേ നടക്കും. അവിടുത്തെ SI ഒരു സഹായമാ. പക്ഷെ അയാളെ കൊണ്ട് ചന്ദ്രബോസ് ഒന്നും ചെയ്യിക്കില്ല. ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാ അയാൾ ഈ കേസിന്റെ ചാർജ് മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. മോളെ, ഈ വിഷ്ണുവിന്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നമുക്ക് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതും ചന്ദ്രബോസിന്റെ അനുമതി ഉണ്ടെങ്കിലേ നടക്കൂ. പിന്നെ എന്റെ പ്രത്യേക താല്പര്യപ്രകാരം എന്തെങ്കിലും ചെയ്യാം. അതിനാ ഞാനിപ്പോ വന്നേ. കഴിക്കാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ എടുക്ക്. അവന് വിശപ്പ് പിടിച്ചു നിർത്തി ശീലമുള്ള ആളൊന്നും അല്ല. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കുന്ന പ്രകൃത.
ഇതിപ്പോ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയില്ല. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവൻ ഈശ്വരൻ കരുത്തു കൊടുക്കും. മോള് വിഷമിക്കാതെ. പിന്നെ വിഷ്ണുവിന് ചുറ്റുമുള്ള ശത്രുക്കളുടെ കാര്യം അത് ഈശ്വരൻ നോക്കിക്കോളും. അധികാരമേ ചിലർക്കൊക്കെ അഹങ്കാരമാ. ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഈശ്വരനെ കൊടുക്കാൻ കഴിയൂ. നീ പ്രാർത്ഥിക്കേ, എന്നിട്ട് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തും ആരോഗ്യം തരണേന്ന് പറയേ. ശാന്തേ, ഒരു കാരിയറിൽ വിഷ്ണുവിന് കൊടുക്കാനായിട്ട് കുറച്ച് ചോറും കറികളൊക്കെ എടുത്തു വെക്കേ. ശരി, ശാലിനി ഇപ്പൊ അങ്ങോട്ട് പോകും, കൊടുത്തു വിടാം. ഞാൻ ഇപ്പൊ എടുക്കാം ശാരദാമ്മേ. മോളെ, ഒരു 100 കൂട്ടം കാര്യങ്ങൾ തലയിലേറ്റി നിന്റെ ഈ ഓട്ടം, അത് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ ഓർക്കുന്നത്. ഒരു കൈസഹായത്തിന് പോലും ആരുമില്ല മോളെ. അമ്മയ്ക്ക് ആരായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്? ഇത് ചരിത്രം ആവർത്തിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അച്ഛനൊന്നും ജയിലിലൊന്നുമല്ല, പക്ഷെ അതിനേക്കാൾ കഷ്ടത്തിലായിരുന്നില്ലേ? ഇതിപ്പോ ലോക്കപ്പില്ലെങ്കിൽ ലോക്കപ്പിലുണ്ടെന്നുള്ളൊരു സമാധാനമുണ്ട്. ദുഃഖങ്ങൾ കൊണ്ട് കൂടാരം കെട്ടാൻ വിധിക്കപ്പെട്ടവരാ മോളെ നമ്മളൊക്കെ. അറിഞ്ഞുകൊണ്ട് സങ്കടം ഏറ്റുവാങ്ങുന്നു. എന്റെ മക്കളെങ്കിലും രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, ഞാനിനി ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. വരുന്നതൊക്കെ വരട്ടെ, അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാ. അതൊക്കെ പോട്ടെ, നീ വിഷ്ണുവിനോട് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറ. അവൻ തളർന്നു പോയാലും അവന് ശക്തി പകരേണ്ടത് നീയാ, നിന്റെ വാക്കുകളാ. ജീവിതത്തിൽ തോൽവികളുണ്ടാവും, പുച്ഛിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നാള് നമ്മളെ തേടി വിജയം വരും. അതുറപ്പാ. ഇത് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയാ. ഇതിന്റെ രുചിയെക്കുറിച്ച് അവൻ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവരെയും കൂട്ടി അവൻ ഇവിടെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം, ഇതും എൻ്റെ മോന് വലിയ ഇഷ്ടാ. ആ, പപ്പടം. പിന്നെ ഉള്ളിത്തോരൻ വെച്ചില്ലല്ലോ. ഇത് പലപ്പോഴും അവൻ എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കാറുണ്ട്. എന്തായാലും ഇതെല്ലാം കൂട്ടി എന്റെ മോന് നല്ലൊരു ഊണ് കൊടുക്കണം. അവൻ മനസ്സ് നിറഞ്ഞ് കഴിക്കട്ടെ. വിഷ്ണുവിനെ കാണാനായിട്ടാ. അകത്തുണ്ട്, പോയി കണ്ടോളൂ. എന്താ സാർ, ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ അമ്മയാ. ഈ ഭക്ഷണം എനിക്ക് അവനൊന്ന് കൊടുക്കണം. അതിപ്പോ ACP സാർ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുമല്ല, പുറത്തു നിന്നുള്ളത് അങ്ങനെ. ഇത് കുറച്ച് ഭക്ഷണമല്ലേ, ഞാൻ അവന്റെ അമ്മയല്ലേ. എന്റെ മകൻ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ അവൻ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നറിയാതെ എനിക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നൂ. മക്കള് പട്ടിണിയിരുന്ന മക്കൾക്കത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ കത്തിയൊരുക്കുന്നത് അമ്മമാരുടെ ഉള്ളായിരിക്കും. എനിക്കറിയാം എന്റെ മകൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. അതിന്റെ നീറ്റലും വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ഇടനെഞ്ചിലുണ്ട് അവന്റെ വയറിന്റെ ആന്ത്. സാറേ,
ഇതൊന്ന് കൊടുക്കാൻ സമ്മതിക്കണം. സാർ, നിങ്ങൾക്കുള്ളതല്ലേ ഒരു അമ്മ. ശരി ശരി, അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. മോനെ, നിങ്ങളോട് ഞാനിവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതിന് എനിക്ക് എങ്ങനെ സാധിക്കൂടാ? ഈ അമ്മയുടെ ജീവൻ എന്ന് പറയുന്നത് നീയാ. നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാണ് മോനെ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? ഈ സമാധാനക്കേടുണ്ടാക്കിയത് നിങ്ങളല്ലേ? അല്ലേ? നിങ്ങളുടെ വാശി, എന്തും നടത്തുന്നുള്ള തൻ്റെ ഇടം, അതിൽ ബലിയാടാവുമായിരുന്നു ഞാൻ. ഇനി എന്നെ അതിന് കിട്ടില്ല. ഈ കാണിക്കുന്നതെല്ലാം നല്ല വില കുറഞ്ഞ അഭിനയമാ. എടാ, ഇനി ഈ കാണിക്കുന്ന അഭിനയത്തിന്റെ പേരിൽ നൽകാൻ എനിക്കൊരു ജീവിതവുമില്ല. അമ്മ പോയിക്കോ. നിങ്ങളോട് പോകാനാ പറഞ്ഞേ. മോനെ, എടാ, ഞാൻ വന്നത് നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടാ. മോനെ, അമ്മയുടെ കൈ കൊണ്ട് അമ്മ ഉണ്ടാക്കിയതാ. അത് എന്ന് നീ ആസ്വദിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാ? വിശപ്പുള്ളപ്പോ. എന്റെ വിശപ്പും ദാഹമൊക്കെ ഈ ചുമരുകൾക്കകത്ത് കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുക. നിങ്ങളിപ്പോ കൊണ്ടുവന്നത് എന്തായാലും എന്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. കാരണം ഉള്ളിൽ നിറയെ സങ്കടങ്ങളാ. നിങ്ങള് മൂലം ഉണ്ടായ സങ്കടങ്ങള്, വേദനകള്. അതിന്റെ ഒപ്പം ഇത് ചേരില്ല. കഴിച്ച ഒരു പക്ഷെ ചിലപ്പോ അത് തേട്ടി പുറത്തേക്ക് വരും. കാരണം എന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളുടെ സ്ഥാനം മുൻപന്തിയില്ല. ഇതിനായിട്ട് ഇവിടെ നിൽക്കണ്ട, ഞാൻ കഴിക്കില്ല. ഞാൻ പറഞ്ഞു. അതെ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നാവണം. ACP സാർ വന്നാൽ എന്താ പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റില്ല. എടാ മോനെ, ഈ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തുക. എടാ, നീ ആദ്യമായിട്ട് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നത് അമ്മയുടെ കൈകളിൽ നിന്ന്. എടാ, ഞാൻ വാരി തന്ന സ്നേഹവും കരുതലോ നിന്നെ ഈ പ്രായം വരെ എത്തിച്ചത്. ആ എന്നെയും ഞാൻ ഈ നിനക്കായി കൊണ്ടുവന്ന സ്നേഹത്തെയും തള്ളി പറയരുത്. എടാ, ഈ അമ്മയുടെ ചങ്ക് തകർന്നു പോവും. ഹൃദയം വിട്ട് ഒരു പക്ഷെ ഇവിടെ മരിച്ചു വീഴും. നിങ്ങളിപ്പോ സങ്കടപ്പെടുത്തുന്ന എന്നെയാ. ഇഷ്ടമില്ലാത്തത് വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുന്നു. എന്നാ എന്റെ ഇഷ്ടങ്ങളൊന്നും അംഗീകരിച്ചു തരുന്നുമില്ല. എടാ, ഞാനിപ്പോ ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് നീ പറയുന്നത്. ഞാൻ പറഞ്ഞു, അത് കഴിക്കാനുള്ള വിശപ്പ് എനിക്കിപ്പോ ഇല്ല. ശരി, ഞാനിതിവിടെ വെക്കാം. മോന് വിശപ്പുള്ളപ്പോ മോനിത് കഴിച്ചാ മതി. അവൻ ആവശ്യപ്പെടുമ്പോ ഇത് അവരെടുത്ത് കൊടുത്താൽ മതി. ഞാനിതിവിടെ വെക്കാം. അവരോട് ഭക്ഷണം എടുത്തോണ്ട് പോകാൻ പറ. വിഷ്ണു, എന്റെ മനസ്സിൽ കയറിക്കൂടിയ ഇഷ്ടക്കേടുകൾ മറിച്ചു കളയാൻ നിങ്ങളുടെ ഈ കണ്ണീരിന് ശക്തിയില്ല. നിങ്ങളിത് ഇവരോട് എടുത്തോണ്ട് പോകാൻ പറയുന്നുണ്ടോ? അതെ, അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ നിർബന്ധിക്കുന്നേ? കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടെന്നേ. വിശപ്പില്ലാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകും. നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് തർക്കം ഉണ്ടായാലേ സാറ് വന്ന് എന്നെ എടുത്തിട്ട് കുടയും. വെറുതെ എന്തിനു പൊല്ലാപ്പ് ഞാനെടുത്ത് തോളിക്കറ്റുന്നത്? ഇറങ്ങിക്കോ, ഭക്ഷണം എടുത്തോണ്ട് ഇറങ്ങിക്കോ. മോനെ, മിക്സിയിൽ അരയ്ക്കാതെ അരകല്ലിൽ അരച്ചുണ്ടാക്കുന്ന മുളക് ചമ്മന്തി മോനെ ഏറെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. ആ കല്ലിൽ ചോറ് കുഴച്ച് എത്രയോ വട്ടം ഞാൻ മോന് വാരി തന്നിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ മോന്റെ ചെറുപ്പം ഏറ്റവും ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളതും ആ ചോറാ. ഇതിൽ നിധി പോലെ അമ്മ കരുതി കൊണ്ടുവന്നതും കല്ലിൽ അരച്ച ചമ്മന്തി കുഴച്ച ചോറാ. മോനെ, അമ്മയുടെ സ്വന്തം കൈ കൊണ്ട് കുഴച്ച ചോറ്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാം. നെഞ്ചിൽ വേദനയോട് ഒരു പ്രാർത്ഥന ഇപ്പൊ കൊള്ളും. എന്റെ പിടയ്ക്കുന്ന ഹൃദയം നിലച്ചു പോവല്ലേ എന്ന്. കാരണം
എന്റെ മോൻ ഇവിടുന്ന് ഇറങ്ങുന്നത് കാണണമെന്നുള്ളൊരു മോഹം എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴുള്ള ചിന്തയും അത് തന്നെയാണ്. ഇറങ്ങാട, ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇറങ്ങ. അമ്മേ, എന്റെ തീരുമാനങ്ങളിൽ നിന്നും എന്റെ നിലപാടുകളിൽ നിന്നും എനിക്കിപ്പോൾ മാറാനാകില്ല. കാരണം എന്റെ ലക്ഷ്യം എന്നെ എന്റെ ശാലിനി ഒരുപോലെ സ്നേഹിക്കുന്ന എന്റെ അമ്മയെ കാണാനാ.